ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാനിന്ന് പറയാൻ വന്ന ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനകത്ത് കല്ലിൻ്റെ രോഗമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. അതായത് വളരെ നല്ല റിസൾട്ടാണ്. ഞാനിന്ന് പറയുന്നത് കല്ലുരുക്കി എന്ന് പറയുന്നവരെയല്ല, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഈ കല്ലുരുക്കി എടുത്ത ശേഷം നമുക്ക് വയറ് വേദന വരുന്ന സമയത്ത് ഇന്ന് ഒരില എടുത്ത ശേഷം ചവച്ച് കഴിക്കുകയാണെങ്കിൽ, അതായത് പച്ചയ്ക്ക് ചവച്ച് കഴിക്കുകയാണെങ്കിൽ ഈ വയറുവേദന മാറുകയും ചെയ്യും. അതുപോലെ കുറേ നാളത്തേക്ക് ഈ വയറുവേദന വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇനിയൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം. നമുക്ക് മുരിങ്ങയുടെ തൊലി എടുത്ത ശേഷം അത് കഷായത്തിൽ, അതായത് മുരിങ്ങത്തൊലി കഷായം വെച്ചതിന് ശേഷം അതിൽ കായവും ഇന്ദുപ്പും കൂടെ ചേർത്ത് കുടിക്കുക. അതായത് മുരിങ്ങത്തൊലി എടുത്ത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിനെ കഷായം ഇടുക. കഷായം ഇട്ടിട്ടാണ് കായവും എന്ത് ചെയ്യണം, ഇന്ദുപ്പാണ് ചേർക്കേണ്ടത്. ചേർത്ത് ഈ ഒരു വെള്ളം നിങ്ങൾ കുടിക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടിപ്സ് പറയാനുള്ളത്, നമ്മുടെ വയറിനകത്ത്, അതായത് പ്ലീഗ എന്ന് പറയുന്ന സംഭവത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴുത്ത മാങ്ങ എടുത്ത ശേഷം മാങ്ങയുടെ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ വയറിനകത്തുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ മാങ്ങയുടെ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾ ഈ 2 ടിപ്സും ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയോ ഇല്ലയെന്ന് കമൻറ്റിൽ വന്ന് പറയുക. കാരണം എന്ന് വെച്ചാൽ വളരെ നല്ല റിസൾട്ടാണ്. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഒരു പുസ്തകത്തിലും ഒന്നും എഴുതി വെച്ചിട്ടുള്ളതല്ല. നമ്മുടെ പണ്ട് തൊട്ടേ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോയ്ക്ക് ലൈക്കും, കമൻറ്റ്, ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കാണുമല്ലോ. അപ്പോൾ ടാറ്റ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ.